ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OET ഒക്കെ കിട്ടിയതിന് ശേഷം എത്രയും വേഗം നമുക്ക് എങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു രാജ്യത്തിലേക്ക് എത്തിപ്പെടാം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മൾ OET പഠിച്ചിട്ടുള്ളവർക്കും അത് കിട്ടിയവർക്കും ഒക്കെ അറിയാം, ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് നമുക്ക് പഠിച്ച് പാസ്സായി എടുക്കാൻ എന്തുമാത്രം ഹാർഡ് വർക്ക് ഇടണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്രയും ഒരു എഫേർട്ട് ഇട്ട് നമ്മളത് പഠിച്ച് പാസ്സായിട്ട് നമുക്ക് ഇവിടെ വന്ന് എത്തിപ്പെടാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ വിഷമമായിരിക്കും. കാരണം എൻ്റെ തന്നെ കൂടെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് OET പഠിച്ചത്. അപ്പോൾ അവൾക്ക് എനിക്ക് OET കിട്ടുന്നതിനേക്കാളും തൊട്ടും ഒരു 2-3 മാസത്തിന് മുമ്പേ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവൾക്ക് ചില ഇൻ്റർവ്യൂസൊക്കെ കിട്ടാനൊക്കെ ഇത്തിരി താമസിച്ചു. അങ്ങനെ അവളുടെ DL എക്സ്പയറി ആയി, അതുപോലെ തന്നെ OET എക്സ്പയറി ആയിട്ട് വളരെ വിഷമമുണ്ട് എനിക്കത് പറയുന്നതിന് തന്നെ. കാരണം അത്രത്തോളം ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത ഒരാളാണ്. എന്നിട്ട് അവൾക്ക് നാട്ടിൽ തന്നെ ജോലി കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ പലർക്കും ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നമ്മൾ ഇത്രയും പാടുപെട്ട് OET പഠിച്ച് അത് പാസ്സായി എന്ന് പറഞ്ഞാൽ മാത്രം കൊണ്ട് നമുക്ക് ഇവിടെങ്ങും എത്തിച്ചേരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിനകത്തും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ വളരെ സ്പീഡപ്പായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ OET പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് 2-3 രാജ്യങ്ങൾ എന്തായാലും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ പോകണം, അവിടെ അങ്ങനെയൊക്കെയുള്ള പോകണമെന്നുള്ള സമയത്ത് നിങ്ങൾ ആ രാജ്യങ്ങളിലേക്ക്, ആ സ്ഥലങ്ങളിലേക്ക്, ഇപ്പോൾ അയർലൻഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടേക്ക് എന്തൊക്കെയാണ് ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അവർ ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നേരത്തെ നോക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്കതൊരു പ്രീ പ്ലാൻ ചെയ്യാനും പറ്റും. അത് മാത്രമല്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് അതിപ്പോൾ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ ഏതെങ്കിലും രജിസ്ട്രേഷൻസ് ഒക്കെ എക്സ്പയറി ആയിട്ട് അടുത്ത് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പുതുക്കി കൃത്യമായിട്ട് ആ എക്സ്പയറി ഒക്കെ നോക്കി നിങ്ങൾ വെക്കുക. പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ടും റിന്യൂ ചെയ്യാനുള്ള പാസ്പോർട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പാസ്പോർട്ട് എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് നേരത്തെയൊക്കെ എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ ഒരു നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ VFSC കൊണ്ടുപോകുന്നതിൻ്റെ ഇപ്പോൾ എനിക്കിപ്പോൾ അത് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് നോക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങളിപ്പോൾ ഇപ്പോൾ VFSCയിലേക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ചില സമയങ്ങളിൽ ഇപ്പോൾ ഈവൻ ബർത്ത് സർട്ടിഫിക്കറ്റ് ചിലപ്പം കാണത്തില്ലായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് സമയമുണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം കൃത്യമായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് DLന് കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പം അയർലൻഡിൽ വന്നുകൊണ്ട് എനിക്ക് ആ കാര്യം മാത്രമേ നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അയർലൻഡിലോട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ OET പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് DL എടുക്കുക എന്നാണ്. ഡിസിഷൻ ലെറ്റർ, ഇവിടുത്തെ നഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള ഡിസിഷൻ ലെറ്റർ എടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പേപ്പേഴ്സ് വേണം. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ വെരിഫിക്കേഷനും ഉണ്ട്, അതുപോലെ എംപ്ലോയ്മെൻറ്റ് വെരിഫിക്കേഷനും ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ DLന് സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും ഓരോ സർട്ടിഫിക്കറ്റിനും എക്സ്പയറി ഉണ്ട്. നമുക്കിപ്പം ചില സർട്ടിഫിക്കറ്റ് നേരത്തെ എടുത്ത് വെക്കും നമ്മൾ, എന്നിട്ട് ചില സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് സൈൻ ഇട്ടോ അല്ലെങ്കിൽ നോട്ടറി ചെയ്തോ കിട്ടാനായിട്ട് താമസിക്കുകയും ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എടുത്ത സർട്ടിഫിക്കറ്റ് എല്ലാം എക്സ്പയറി ആയിപ്പോവും. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങൾ ചിന്തിക്കുക ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കാലതാമസം വരുന്നത്. നമുക്ക് എടുക്കുമ്പം കാലതാമസം വരുന്ന സർട്ടിഫിക്കറ്റുകൾ ഏതാണ്, കിട്ടാൻ താമസമുള്ള സർട്ടിഫിക്കറ്റുകൾ ആദ്യമേ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതൊക്കെ കിട്ടാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നിൻ്റെയും തന്നെ ആ ഒരു ഒന്നിൻ്റെയും എക്സ്പയറി ആയി പോകാതെ തന്നെ നമുക്ക് DLന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വൺസ് നമ്മൾ DL അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ DL ഒക്കെ വരുന്ന ആ സമയത്തെ തന്നെ നമുക്ക് നല്ല നല്ല ഏജൻസികളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഏജൻസികളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. അതിനുള്ള ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാം തന്നെ യൂട്യൂബിലും ഒക്കെ ഉണ്ട് നമുക്ക് കുറേ കാര്യങ്ങളല്ല. അപ്പം നമ്മൾ ഒന്നും തന്നെ ആ ഒരു സമയത്തേക്ക് നീക്കി വെക്കാതെ നേരത്തെ തന്നെ നോക്കുക. പിന്നെ നമ്മൾ ഒരു ഇൻ്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്യാതെ 1-2 ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്ത് അതിൽ നന്നായിട്ട് നമുക്ക് തോന്നുന്ന ഒരെണ്ണം തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഇതെല്ലാം ചെയ്ത്
വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയധികം സമയം ലാഭിക്കാൻ പറ്റും. കാരണം നമുക്ക് വൺസ് നമുക്ക് DL കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു DLൻ്റെ എക്സ്പയറി 1 ഇയറേ ഉള്ളൂ. ആ 1 ഇയർ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ അയർലൻഡിൽ വന്നിട്ട് ഇവിടെ വന്ന് പിൻ നമ്പർ കിട്ടുന്നിടം വരെ നമ്മുടെ ആ ഒരു DLന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ടും വളരെ ശ്രദ്ധയോടും കൂടിയിട്ട് ആ ഒരു പ്രോസസ്സിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡ്രീം കൺട്രിയിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്